ഹലോ എവരിവൺ. 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 24, അതായത് ഇന്നലെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ആദ്യത്തെ വർഷം തന്നെ ഒരു ക്രാഷ് കോഴ്സിലൂടെ 2 കുട്ടികളെ ഐസറിലേക്ക് എത്തിക്കാൻ പറ്റിയതിന്റെ സന്തോഷം കൂടെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഓവറോൾ റാങ്കും അതുപോലെ തന്നെ കാറ്റഗറി റാങ്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റാങ്ക് വെച്ച് ഐസർ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏത് ഐസറാണ് കിട്ടാൻ സാധ്യത, ഏത് റൗണ്ടിലാണ് കിട്ടാൻ സാധ്യത എന്നൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഈ പ്രാവശ്യം ഐസർ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഐസറിൽ കയറിയ ഏറ്റവും വലിയ റാങ്ക് എത്രയെന്നുള്ളത് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഏതൊക്കെ റാങ്കിലാണ് ഐസറിൽ കയറിയത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. 2023 ജനറൽ കാറ്റഗറിയിൽ 3334 ആയിരുന്നു ലാസ്റ്റ് കയറിയ ഏറ്റവും വലിയ റാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ 2024 വന്നപ്പം 4484 ആണ്. ആൻഡ് 2023 OBC NCL 1586 ആണ്. പക്ഷെ 2024 ആയപ്പം 2407 ആയിട്ട് കൂടിയിട്ടുണ്ട്. 2023 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 707 ആണ് കാറ്റഗറി റാങ്ക് ഏറ്റവും അവസാനം ലാസ്റ്റ് കയറിയത്. 2024 ആയപ്പോൾ അത് 965 മാറി. ആൻഡ് 2023 ST റാങ്ക് 309 ആയിരുന്നു അവസാനമായിട്ട് കയറിയത്. പക്ഷേ 2024 വന്നപ്പം 475 ആയിട്ട് മാറി. EWS ആണെന്നുണ്ടെങ്കിൽ 521 ആയിരുന്നു. ആൻഡ് 2024 അത് 769 ആയിട്ട് കൂടി. അപ്പം 2023 നിന്നും 24 വരുന്ന സമയത്ത് ഇത്ര ഒരു ജമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്റലിജന്റ് ആയിട്ട് ഗസ്സും കൂടെ നടത്താം. 2023 24 ഉണ്ടായ അതേ ജമ്പ് തന്നെ 24 നിന്നും 25 ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. മേ ബി മോർ ദാൻ അതിനെക്കാട്ടിലും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ റാങ്കിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഐസർ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത് ഈ തവണയുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു റിസൾട്ട് അനാലിസിസ് ആണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് വെച്ചിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഐസറിന്റെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പ്രഡിക്ഷൻ അല്ല നടത്തിയിരുന്നത്, 2024 ഡാറ്റ വെച്ചിട്ടായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. അതായത് OBC NCL കാറ്റഗറിയിൽ ഒരു കുട്ടിക്ക് 65 റാങ്കിൽ വരെ ഐസർ ബർഹംപൂരിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ 65 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട് ഐസർ ബർഹംപൂരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണത്തെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2024 എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി എന്നുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫയലാണ്. അതിൽ 96,087 സ്റ്റുഡൻസ് ആണ് 2024 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ വർഷം എത്ര സ്റ്റുഡൻസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വർഷവും ഞാനൊരു RTI ഫയൽ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 1,49,228 സ്റ്റുഡൻസ് ആണ് ഈ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2022 എനിക്കറിയാം ഒരു കണക്ക് ഏകദേശം 25,000 മുതൽ 30,000 സ്റ്റുഡൻസ് വരെ ആയിരുന്നു ഒരു വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയത്. ആൻഡ് ഒരു 2017 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 10,000 to 15,000 സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിനോമിനലി എക്സാമിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. മാത്രമല്ല IISc ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഇപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് എക്സാം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ സെലക്ഷൻ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ IITകളിൽ പല BSMS കോഴ്സുകളും അല്ലെങ്കിൽ BS കോഴ്സുകളും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് എടുക്കുന്നത്. അതിനും പുറമെ ഐസറുകളിൽ തന്നെ ഐസർ ഭോപ്പാൽ, ഐസർ തിരുപ്പതി പോലെയുള്ള
ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പുതിയ ബ്രാൻഡ് ന്യൂ കോഴ്സുകളും ബിടെക് കോഴ്സുകളും വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ പരീക്ഷ കൂടുതൽ പോപ്പുലർ ആവുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറുകയാണ്. നമ്മൾ റിസൾട്ട് അറിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എല്ലാ സ്റ്റെപ്പുകളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ വരുന്ന വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ജൂൺ 26 നാളെ മുതലാണ് കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏത് ഐസറിലാണോ, നമുക്കറിയാം ഇന്ത്യയിൽ 7 ഐസറുകളാണുള്ളത്, അതിലെ ഏത് ഐസറിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നതിന്റെ ഒരു പ്രയോറിറ്റി ഓർഡർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് നാളെ തൊട്ട്, അതായത് ജൂൺ 26 തൊട്ടാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം 7 മുതൽ 8 കൗൺസിലിംഗ് റൗണ്ട് ആണ്. കഴിഞ്ഞ വർഷം 8 കൗൺസിലിംഗ് റൗണ്ട്സ് ആണ് ഉണ്ടായിരുന്നിരുന്നത്. ഓരോ കൗൺസിലിംഗ് റൗണ്ട്സിന്റെ ഇടയിലും നമുക്കൊരു 1 വീക്ക് ഒക്കെ ആയിരിക്കും ഏകദേശം ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഒരു 4-5 ഡേയ്സ് ഒക്കെയാണ് നോർമലി വരാറുള്ളത്. ആൻഡ് ജൂലൈ അവസാനത്തോടൊക്കെ ആവുന്നതോട് കൂടിയിട്ട് കൗൺസിലിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. കൗൺസിലിംഗ് എല്ലാം തന്നെ എൻഡ് ചെയ്യും. അതിനുശേഷം ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആവുന്ന സമയത്ത് മോസ്റ്റ് ലൈക്ലി ഒരു ഓഗസ്റ്റ് 1 തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇനി മുന്നോട്ടേക്കുള്ള ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇമെയിൽസ് ചെക്ക് ചെയ്യാത്തതാണ്. അതായത് കൗൺസിലിംഗിൽ നിങ്ങൾ പങ്കെടുത്താൽ, നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന ഐസറുകളിലേക്ക് പ്രിഫറൻസ് ഓർഡർ കൊടുത്താൽ പിന്നെ ആ ഐസർ ആ സ്പെസിഫിക് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അറിയാൻ പോകുന്നത് ത്രൂ ഇമെയിൽസ് ആണ്. ഓഫർ വരുന്നത് ഇമെയിലാണ്. സോ ഇമെയിൽസ് കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, റാൻഡം ആയിട്ട് ഒരിക്കലും പ്രിഫറൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങൾ എല്ലാ ഐസറിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അപ്പം റാൻഡം ആയിട്ട് തിരുവനന്തപുരമാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്, എന്നാൽ തിരുവനന്തപുരം കൊടുക്കാം. ഐസർ പൂനെയാണ് ഏറ്റവും ടോപ്പ് എന്ന് എല്ലാവരും പറയുന്നു, എന്നാൽ പിന്നെ ഐസർ പൂനെ കൊടുക്കാം. അങ്ങനെ ചെയ്യാതിരിക്കുക. ആൻഡ് അതിന്റെ കൂടെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ഐസർ ഭയങ്കര മോശമാണ്, ഞാൻ അവിടെ കിട്ടിയാൽ ഒരിക്കലും പോകില്ല, അങ്ങനെ ഒരു തോട്ട് വെക്കാതിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഡൗട്ട് ആയിരിക്കും, അല്ല ഈ 7 ഐസറിനെ കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ അറിയാ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രിസ്പർ ലേണിംഗ് ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വെബിനാറിൽ നമ്മൾ 7 ഡിഫറെന്റ് ഐസറിൽ നിന്നുള്ള എല്ലാ സ്റ്റുഡൻസും, ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മെന്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ്, നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ്. ഈ 7 സ്റ്റുഡൻസ് നമ്മളുടെ വെബിനാറിൽ പങ്കെടുക്കുന്നതാണ്. വെബിനാറിൽ നിങ്ങൾക്കും നിങ്ങളുടെ പാരന്റ്സിനും ജോയിൻ ചെയ്യാം. 7 ഐസറിനെ കുറിച്ചും ഒരു കമ്പാരിസൺ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഓരോ ഐസറിനെ കുറിച്ച് നിങ്ങൾക്ക് സ്പെസിഫിക്കലി അറിയേണ്ട ചോദ്യം, ഒരു ഡിസ്കഷൻ പോലെ, ഒരു ഡിസ്കഷൻ പാനൽ പോലെ നമുക്ക് ചോദ്യം ചോദിക്കാം. എന്നിട്ട് ലൈവ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിച്ച് അതിൽ നിന്നും കൂടുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം പ്രിഫറൻസ് ഓർഡർ ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പൊ ആ വെബിനാറിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രജിസ്ട്രേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 140 സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് മാക്സിമം ഈ വെബിനാറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. സോ നിങ്ങൾ സീറ്റ് ഫില്ല് ആവുന്നതിന്റെ മുന്നേ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. താഴെ ഫോം കൊടുക്കുന്നുണ്ട്. നമുക്ക് വെബിനാറിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ മിസ്റ്റേക്ക്, നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണ്. നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആസ്പയറിംഗ് സയന്റിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ കേരളത്തിൽ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഐസർ ആസ്പിറൻസും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ ഐസറിനെ കുറിച്ച് എന്തൊരു അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വളരെ ക്രൂഷ്യൽ ആണ്. തീർച്ചയായിട്ടും അതിലേക്കുള്ള ലിങ്കും ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് റിസൾട്ട് ഒക്കെ വന്ന് അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ ഒരു ഐസറിൽ നിന്ന് വന്നാൽ അവിടെ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ, ഒരു ഒഫീഷ്യൽ ഹെൽപ്പ് ലൈൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രിസ്പറിനെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ മലയാളി ഐസർ സ്റ്റുഡൻസും അടങ്ങുന്ന ഇന്റർ ഐസർ മലയാളി സമാജം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയും ഒരു ഹെൽപ്പ് ഡെസ്കും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടും തന്നെ ക്ലിയർ ചെയ്യുന്നതാണ്. ഈ ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ ബ്രോഷർ അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഇടുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ നമ്പറും കിട്ടുന്നതാണ്. സോ അത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ റാങ്ക് വന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇനി മുന്നോട്ട് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം പ്രിഫറൻസ് ഓർഡർ കൊടുക്കണം, അതുപോലെ കൗൺസിലിംഗ് റൗണ്ടിൽ പങ്കെടുക്കണം, കൗൺസിലിംഗ് റൗണ്ടിൽ ഓഫർ വരികയാണെങ്കിൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് കൊടുക്കണം, ഫ്രീസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ടൈംലി ആയിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ചാനലിലൂടെ വരുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ആൻഡ് ഐസർ ഇത്തവണ ക്ലിയർ ചെയ്ത എല്ലാവർക്കും തന്നെ ക്രിസ്പർ ലേണിംഗിന്റെ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഇനി ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഈ വർഷത്തെ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ആസ്പയറിംഗ് സയന്റിസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾ ഒരു വർഷം കൂടെ ഐസറിനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുകയാണ് എന്ന് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 150 മാർക്സ് തന്നെ ടാർഗറ്റ് ചെയ്യേണ്ട രീതിയിലേക്കാണ് കോമ്പറ്റീഷൻ വളർന്നു നിൽക്കുന്നത്. അപ്പൊ ഇനി ഒരിക്കലും 3 സബ്ജക്ട്സിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യരുത്. 4 സബ്ജക്റ്റും ഒരുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങളൊരു സയന്റിസ്റ്റ് ആവാൻ സ്വപ്നം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതായി തീരാൻ കഴിയും. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.